ശ്രീ ദാമോദർ പ്രസാദ്, ഇന്നിപ്പോൾ മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനം, ഇന്നത്തെ വാർത്താ സമ്മേളനത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? മുഖ്യമന്ത്രി ഇന്ന് നടത്തിയിരിക്കുന്ന പ്രതികരണം ആരോടൊക്കെയാണ് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. PV അൻവറിന് വേണമെങ്കിൽ പാർട്ടിയിൽ പറയാമായിരുന്നു, PV അൻവറിന് വേണമെങ്കിൽ എന്നോട് പറയാമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ പരസ്യമായി വാർത്താ സമ്മേളനം നടത്തി പറയുന്നു, ശബ്ദരേഖ പുറത്തുവിടുന്നു. ഇതൊന്നും ശരിയായ രീതിയല്ല എന്ന് പറയുന്നു. PV അൻവറിന് ഒരു ഇടത് രീതിയല്ല, അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു എന്നുകൂടി പറയുകയാണ്. പൂർണ്ണമായും PV അൻവറിനെ ഇതിനകം മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞു. അങ്ങനെയെങ്കിൽ PV അൻവറിന് മുന്നിൽ ഇനി എന്താണ്? നമ്മുടെ ശ്രീനാരായണഗുരുവിനെ വളരെ ആദരവോടെ ഓർക്കുന്ന ദിവസത്തെ 2 പത്രസമ്മേളനങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ 2 പത്രസമ്മേളനങ്ങളിൽ നവോത്ഥാനമൊന്നുമില്ല ചർച്ച ചെയ്തത്, സ്വർണ്ണക്കള്ളക്കടത്ത് തുടങ്ങിയ വിഷയങ്ങളാണല്ലോ. അപ്പോൾ അത്ര ദാരുണമായ അവസ്ഥയിലാണ് നമ്മുടെ ചർച്ച നടക്കുന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതൊരു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഓരോ രീതിയിൽ പങ്കുവഹിച്ച ഒരു ലോകത്താണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ നോക്കുമ്പോൾ ഇന്ന് കാണുന്നൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇടതുപക്ഷ ആ പോയിൻ്റൊന്നും എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കാര്യം കോൺഗ്രസിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ ഒരുപക്ഷെ കോൺഗ്രസ് ജ്യോതികുമാർ അത് പറയുമായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഞാൻ കോൺഗ്രസ് അല്ലാത്ത ഞാൻ പറയും അത്. രാഹുൽ ഗാന്ധി അധിക്ഷേപിക്കുന്ന സമയത്ത് ഈ കോൺഗ്രസ് പാരമ്പര്യം PV അൻവർ മുഖ്യമന്ത്രി കണ്ടില്ലല്ലോ, എൻഡോഴ്സ് ചെയ്യല്ലേ ചെയ്തത്. രാഹുൽ ഗാന്ധി അധിക്ഷേപിക്കുക തന്നെയാണ് ചെയ്തത്. ഞാൻ കോൺഗ്രസ്സുകാരനല്ല, പക്ഷേ ഒരു പൗരസമൂഹത്തെ പ്രതിനിധിയിൽ അത് നമ്മുടെ സമയം ഒരു സംസ്കാരത്തിൽ നിലനിൽക്കുന്ന ആൾക്കാർ സമയം അത് വളരെ അധിക്ഷേപകരമായ പ്രസ്താവനയായിരുന്നു. അത് എൻഡോഴ്സ് ചെയ്യല്ലേ ചെയ്ത്. രാഹുൽ ഗാന്ധി DNA പരിശോധിക്കണമെന്നാണ് പറഞ്ഞത്. നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടാവും. അപ്പോൾ അന്ന് ഈ കോൺഗ്രസ് സംസ്കാരത്തെക്കുറിച്ച് കോൺഗ്രസ് സംസ്കാരം എന്നുള്ള എത്ര മോശപ്പെട്ട സംസ്കാരമെന്നും അഭിപ്രായം എനിക്കില്ല. കാരണം അതൊരു പ്രത്യേക ഓപ്പൺനെസ് ഉണ്ട്. ദേശീയവാദ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് വളരെ ഓപ്പണായിട്ട് കാര്യം ഡിബേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അതല്ല ലെനിനിസ്റ്റ് പാർട്ടി ലൈൻ, ഇടതുപക്ഷം എന്നല്ല, ലെനിനിസ്റ്റ് പാർട്ടി ലൈൻ എന്ന് പറയുന്ന അതിൻ്റെ അകത്ത് സംസാരിക്കുക, അതിൻ്റെ അകത്ത് പറയുക. നമുക്കറിയാം നമ്മളതിൻ്റെ അകത്ത് നടക്കുന്ന പല വിവാദങ്ങൾ പുറത്തു വരില്ല. അത് അതിൻ്റെ അകത്ത് നമ്മൾ ഒരു വിഷയം വന്നാൽ അത് അവർ തന്നെ പരിഹരിക്കുക. അത് പക്ഷേ പോലീസ് അറിയേണ്ട കാര്യം അല്ലെങ്കിൽ പുറത്ത് അറിയേണ്ട കാര്യങ്ങൾ പോലും ചർച്ച ചെയ്യപ്പെടുന്നില്ല. അത് അതിൻ്റേതൊരു മെക്കാനിസം ഉണ്ട്. അത് ശരിയാണോ തെറ്റെന്നുള്ള ഡെമോക്രസിക്ക് സംബന്ധിച്ചുള്ള ശരിയല്ലാത്ത കാര്യമാണ്. പക്ഷേ നേരെ മറിച്ച് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം അവർ ഓപ്പണായിട്ടേക്ക് ഇത്രയും ഡിബേറ്റ് ചെയ്യുക. ആ ഒരു വഴി അൻവർ എടുത്തു എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് യാഥാർത്ഥ്യം. പക്ഷേ ഇതൊക്കെ തന്നെയാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം കക്ഷി രാഷ്ട്രീയത്തിന് ഭാഗമല്ലെങ്കിൽ ചീഫ് മിനിസ്റ്ററുടെ സ്റ്റേറ്റ്മെൻറ്റാണ് നമുക്ക് നിലമ്പൂർ MLA-ക്കാളും പരമപ്രധാനം. ആ നിലയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് നടന്ന ഒരു സീരീസ് ഓഫ് കോൺട്രവേഴ്സി, സീരീസ് ഓഫ് അൻവറിൻ്റെ പത്രസമ്മേളനത്തിന് ശേഷം CM-ഉം CMO-യും അസേർട്ട് ചെയ്ത ആദ്യത്തെ ദിവസമാണ്. അതിനുള്ള പ്രധാനപ്പെട്ടതാണ് ആ അസേർഷൻ എന്ന് പറയുന്നത്. തള്ളിക്കളയാനാണ് ചെയ്തിട്ടുള്ളത്. PV അൻവറിൻ്റെ ഒന്ന് ആരോപണം, ഫോൺ ചോർത്തലിനെ കുറിച്ച് ആരോപണം പറഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കാം. വളരെ വേറെ എന്താ പറയുക, പെഗാസുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ആരോപണം നിങ്ങൾക്കറിയാം. മാധ്യമങ്ങൾ വേണ്ട പോലെ ചർച്ച ചെയ്ത പോലെ എനിക്ക് സംശയമുണ്ട്. ഫോൺ ചോർത്തൽ വളരെ ഗുരുതരമായ ആരോപണം. ഇന്നത്തെ പത്രസമ്മേളനത്തിലും PV അൻവർ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട്. ഇൻ്റർസെപ്ഷൻ ടെക്നോളജിയെക്കുറിച്ച് അദ്ദേഹം പഠിച്ച് സംസാരിച്ചിട്ടുണ്ട്. ആ വിഷയത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ചു. ഗവർണർ അൻവറിനെ കുറിച്ച് പരാതി പറഞ്ഞിട്ടുണ്ട്, അത് അന്വേഷിക്കുന്നവർ. അപ്പോൾ ഫോൺ ചോർത്തലെ ബന്ധപ്പെട്ട് അത് പരിശോധനയ്ക്ക് വിധേയമാണ്, ഗൗരവമായ വിഷയമാണ് മുഖ്യമന്ത്രി പറഞ്ഞു. 2 RS നേതാക്കളെ കാണാൻ പോയത് എന്നിട്ട് ലോ ആൻഡ് ഓർഡർ കൈകാര്യം DGP കാണാൻ പോകുന്നുള്ള പ്രശ്നം ചീഫ് മിനിസ്റ്റർ പറയാൻ ബാധ്യതയുണ്ട് ഒരർത്ഥത്തിൽ. കാര്യം ലോ ആൻഡ് ഓർഡർ കൈകാര്യം DGPക്ക് എന്തിനാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഒന്നുമില്ലല്ലോ. RS ഒരു സാംസ്കാരിക സംഘടന എന്ന് അവർ ആവശ്യപ്പെടുന്നു, കേന്ദ്ര ഇതിനെ പിന്തുണയ്ക്കുന്നവർ. അവർ കാണാൻ പോകേണ്ട ആവശ്യം എന്താ ഉള്ളത്? ആ കാര്യം വിശദീകരിക്കാൻ ബാധ്യതയുണ്ട്. അത് അവരെ ഘടകകക്ഷികൾക്ക് തന്നെ ബോധ്യപ്പെടാത്ത കാര്യമാണ്, പൊതുസമൂഹത്തിന് ബോധ്യപ്പെടാത്ത കാര്യം. എന്തിനാണ് കാണാൻ പോയെന്നുള്ള കാര്യം വിശദീകരിക്കപ്പെടേണ്ടതാണ്. മൂന്നാമത്തെ കാര്യം, ഇവിടെ പ്രധാനപ്പെട്ട കാര്യം സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഉന്നയിച്ച വിഷയം വളരെ ഗൗരവമാണ്. അതിൻ്റെ അകത്ത് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യത്തെയാണ് ഞാൻ വിലവയ്ക്കുന്നത്. കാരണം മുഖ്യമന്ത്രി പറഞ്ഞാണ് ചീഫ് എക്സിക്യൂട്ടീവാണ് സ്റ്റേറ്റിൻ്റെ, അത് നമുക്ക് എടുക്കാനേ പറ്റുള്ളൂ. മുഖ്യമന്ത്രി പറഞ്ഞത് അനധികൃതമായ പരാതികളായിട്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി വരുന്നു, അതൊന്നും നിയമവിരുദ്ധമായതുകൊണ്ടോ അല്ലെങ്കിൽ നിയമത്തെ അനുസൃതമല്ലാണ്ട് സ്വീകരിക്കാൻ പറ്റില്ല, അദ്ദേഹത്തിനെ പണി ചെയ്യുന്നതാണ് പറഞ്ഞത് എന്നത് വലിയൊരു സ്റ്റേറ്റ്മെൻറ്റാണത്. അത് നിസ്സാരമായ സ്റ്റേറ്റ്മെൻ്റ് അല്ല. എന്ന് വെച്ചാൽ നിയമാനുസൃതമല്ലാത്ത പല കാര്യങ്ങളും നടപ്പാക്കാൻ വേണ്ടി അവിടെ വരുന്നു. ആര് വരുന്നുള്ളത് നമുക്ക് അതിൻ്റെ അകത്ത് വ്യക്തമാണല്ലോ. രണ്ടാമത്തെ കാര്യം, സ്വർണ്ണക്കള്ളക്കടത്ത് നിങ്ങൾ ആ ചീഫ് മിനിസ്റ്റർ സ്റ്റേറ്റ്മെൻറ്റ് കേൾപ്പിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും. പറയുന്നത് ചീഫ് മിനിസ്റ്റർ നേരിട്ട് പേര് പറയില്ലെങ്കിലും സൂചിപ്പിക്കുന്ന എന്താണ്, ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ സെഡീഷൻ ഡിസഫെക്ഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ രാജ്യദ്രോഹം അല്ലാണ്. ഈ രാജ്യദ്രോഹം ഗുരുതരമാണ്, നമ്മുടെ സാമ്പത്തികം അസ്ഥിരപ്പെടുന്ന രാജ്യദ്രോഹമാണ്. അതെ എന്ന് പറയുന്നില്ല. ഓക്കെ, അപ്പോൾ പരിപൂർണമായി മുഖ്യമന്ത്രി PV അൻവറിൻ്റെ ആർഗ്യുമെൻറ്റ് തള്ളുകയാണ്. പരിപൂർണമായി തള്ളുകയെന്ന് മാത്രമല്ല പാർട്ടി സെക്രട്ടറി ഉത്തരവായി ഇന്ന് ഞാൻ വേണമെങ്കിൽ പാർട്ടിയുടെ നേതാവ് നിലയ്ക്ക് പറയാമെന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം പറയണ്ടേ. ആ നിലയിൽ പരിപൂർണമായിട്ടും അൻവറിൻ്റെ അഭിപ്രായങ്ങളെ തിരസ്കരിക്കുകയും തള്ളുകയും ചെയ്യുകയാണ് എന്ന് നമ്മുടെ മുമ്പിൽ കണ്ടു. ആ യാഥാർത്ഥ്യം നമ്മൾ മുന്നിലുണ്ട്, അത് നമ്മൾ വില വെക്കണമെന്ന അഭിപ്രായം. പക്ഷേ എനിക്ക് അത്ഭുതം തോന്നുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട CPM പ്രതിനിധി പ്രകാശൻ മാഷ് വന്നിട്ട്
ഇപ്പോഴും ഒരു അപേക്ഷ പോലെയാണ്. അൻവർ എങ്ങനെയായിരുന്നു പറയേണ്ടത്, അൻവർ അങ്ങനെയാണോ പറയേണ്ടത്? ചീഫ് മിനിസ്റ്റർ പച്ചയ്ക്ക് തള്ളിയ കാര്യമാണ്. അപ്പോൾ എന്താണ് ഈ മാർക്സ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് പ്രതികൾ സംഭവം ശരിയാണ്, നിങ്ങൾ പറഞ്ഞ പോലെ ശരിയായിരിക്കാം. ഞാനങ്ങനെ സ്ഥിരമായിട്ട് ചാനൽ ചർച്ച കണ്ടില്ല എന്നുകൊണ്ടായിരിക്കാം ആദ്യമായിട്ടേ പ്രതിനിധി. പക്ഷേ ചീഫ് മിനിസ്റ്റർ അസേർട്ടീവായിട്ട് പ്രസംഗിക്കുക, എന്തിനാണ് ഇത്ര പേർക്ക് താഴ്മയോട് പെരുമാറേണ്ടത്? അൻവറിനെ തിരസ്കരിച്ചുകൂടെ? എന്തുകൊണ്ട് തള്ളിക്കൂടെ? അപ്പോഴാണ് അൻവർ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽ. നമുക്ക് കക്ഷി രാഷ്ട്രീയം നമ്മുടെ പൊളിറ്റിക്കലായിട്ട് കാര്യം പറയുന്നുണ്ട്. കണ്ണൂരിൽ നിന്ന് പലരും എന്നെ പിന്തുണയ്ക്കുന്നു, അത് ആരൊക്കെയായിരിക്കും? അപ്പോൾ ഇതിൻ്റെ അകത്തൊരു പ്രത്യേക വിഭാഗീയത ഉടലെടുത്തുണ്ടോ എന്ന് കാര്യം പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഗോവിന്ദ മാഷ് പറഞ്ഞൊരു കാര്യം നിങ്ങളെല്ലാം ശ്രദ്ധയുന്നുണ്ടാവും. പൊളിറ്റിക്കൽ സെക്രട്ടറിയെക്കുറിച്ച് പരാതി അന്വേഷിക്കും എന്ന് മുഖ്യമന്ത്രി അസന്നിഗ്ധമായി പറഞ്ഞു. ഒരു അന്വേഷണവും ഇല്ല, ഒരു അന്വേഷണം ആവശ്യമില്ല, അവജ്ഞയോടെ തള്ളിക്കളയുന്നതാണ് പറഞ്ഞത്. പിന്നെ അതിനുശേഷം അൻവറിൻ്റെ മറുപടി, അൻവറിനൊരു LDFിൻ്റെ കൂടെ നിൽക്കുന്നൊരു MLAക്ക് മുഖ്യമന്ത്രിയെ തള്ളി പറയാൻ പറ്റൂ? അദ്ദേഹത്തിന് പറയാൻ പറ്റുന്ന കാര്യം, പരിണതപ്രജ്ഞനായ കേരളത്തിലെ ഏറ്റവും അദ്വിതീയനായ CPMൻ്റെ നേതാവായിട്ടുള്ള, ഇപ്പോൾ എന്താ വിമർശനം ഉണ്ടായിരിക്കാം, പക്ഷേ വലിയ സ്റ്റേച്ചറിൻ്റെ നേതാവാണ്. ആ സ്റ്റേച്ചറിൻ്റെ നേതാവിനെ കുറിച്ച് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട അത് പാവം എന്നാണ് വിളിച്ചു കേട്ടത്. അദ്ദേഹം ഇത്രയും എഫിഷ്യൻ്റായിട്ടുള്ള, ഇത്രയും അനുഭവമുള്ള, അൻവറിനേക്കാളും ദീർഘ അനുഭവമുള്ള, രാഷ്ട്രീയ പാരമ്പര്യമുള്ള മുഖ്യമന്ത്രി തെറ്റിദ്ധാരണയ്ക്ക് വിധേയമായിട്ടാണോ ഈ അവിടെ ഇരിക്കുന്നത്? എന്തൊരു മുഖ്യമന്ത്രിയെ കുറിച്ച് സ്റ്റേറ്റ്മെന്റ് പറയാൻ സംശയിക്കുന്നുണ്ട്. അതെ, അങ്ങനെ ഒരാളാണോ ചീഫ് മിനിസ്റ്റർ? അങ്ങനെ ആൾ ചീഫ് മിനിസ്റ്റർ ആവാൻ പാടില്ലല്ലോ. തെറ്റിദ്ധരിക്കപ്പെടാം ചീഫ് മിനിസ്റ്ററെ, ഈ കാര്യം മാത്രമല്ലോ. അപ്പോൾ എന്നിട്ടും അത്ര കാര്യം പറഞ്ഞിട്ടും നമ്മുടെ CPMൻ്റെ പ്രതികൾക്ക് അപ്പോൾ ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കാൻ മാധ്യമങ്ങൾക്ക് പല താല്പര്യമുണ്ട്. പക്ഷേ പാർട്ടിയുടെ ഇൻറ്റഗ്രിറ്റി പ്രധാനപ്പെട്ട കാര്യമാണ്. അത് പൊളിറ്റിക്കൽ ഇൻറ്റഗ്രിറ്റി പ്രധാനപ്പെട്ട കാര്യം. ഇത്തരം ഘട്ടത്തിൽ ആ പൊളിറ്റിക്കൽ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് മറുപടി പറയാം, അല്ലാണ്ട് അദ്ദേഹം എങ്ങനെയാണോ പറയേണ്ടത് അങ്ങനെയാണോ പറയേണ്ടത് എന്നൊക്കെ ഒരു താഴ്മയോട് ചോദിക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ അകത്ത് വളരെ വ്യക്തമായ നിലപാടെടുക്കണം. ഒന്നുകിൽ ആ ആരോപണങ്ങൾ വളരെ ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു സംവിധാനം ഈ CPMൻ്റെ അകത്തും അല്ലെങ്കിൽ ഇടതുപക്ഷ കോൺസ്റ്റിറ്റ്യൂൻസിൻ്റെ അകത്ത് ഉണ്ട് എന്നും സംശയിക്കേണ്ടി വരും. അതുകൊണ്ടായിരിക്കണം അൻവർ PN ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തിന് വീണ്ടും അല്ലെങ്കിൽ ഒറ്റപ്പെട്ടൊരു MLA ഇങ്ങനെ പറയുന്നു തോന്നുന്നുണ്ടോ? അപ്പോൾ അത് എന്തോ ഒരു പൊളിറ്റിക്കൽ ബാക്കിംഗ് ആ നിലയിൽ, അല്ലെങ്കിൽ അത്തരമൊരു ഒരു പിന്തുണ അദ്ദേഹത്തിന് ഉള്ളതുകൊണ്ടായിരിക്കാം ഇതുപോലെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കണം, ചീഫ് മിനിസ്റ്റർ പോലെ ഇത്രയും സ്റ്റേച്ചർ ലീഡറിനെ ചെറുത്തേൽക്കാനും പുറത്തൊരാൾ ഇറങ്ങുന്നൊരു സ്ഥിതി പോലെയാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. നമ്മൾ പുറത്തുനിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ചീഫ് മിനിസ്റ്റർ വിളിച്ച പത്രസമ്മേളനത്തിന് ശേഷവും PN ഒരു പത്രസമ്മേളനം വിളിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇദ്ദേഹത്തിന് ഒരു വലിയ പിന്തുണയുണ്ട്. ആ പിന്തുണ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറിയെക്കുറിച്ച് ഇന്ന് മുഖ്യമന്ത്രി വളരെ അസന്നിഗ്ധമായി പറഞ്ഞു. അദ്ദേഹം മാതൃകാ പ്രവർത്തനം നടത്തി പറഞ്ഞു. എന്നിട്ടും നമ്മൾ കാണുന്നത് അദ്ദേഹത്തിന് സ്വർണ്ണക്കള്ളക്കടത്ത് പ്രകാശ് മാഷ് പറഞ്ഞ് ഞാൻ കേട്ടു. അദ്ദേഹം അൻവർ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ തെളിവ് കൊടുക്കണം അൻവർ. അപ്പോൾ പക്ഷേ ഏത് തരത്തിലും ആരോപണം ഉന്നയിക്കുന്നത് പരിശോധിക്കപ്പെടണം. എന്ന് സ്വർണ്ണക്കള്ളക്കടത്തിൽ പങ്കുണ്ടോ എന്ന് പരിശോധിക്കപ്പെടണം എന്നുള്ള ധ്വനി എന്താണ്? അതിൻ്റെ ധ്വനി എന്തായിരിക്കും? അദ്ദേഹത്തിന് അങ്ങനെയല്ലേ പറയാൻ പറ്റൂ, അല്ലെങ്കിൽ തെളിവ് കൊടുക്കേണ്ടി വരും. തെളിവ് അദ്ദേഹത്തിന്. പക്ഷേ ആ നിലയിൽ ഒരു MLA, ഇടതുപക്ഷ MLA എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു പി ശശിക്കെതിരെ പറയാവുന്നതിന്റെ പരമാവധി ശക്തിയിൽ തന്നെ അൻവർ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതാണ് മുഖ്യമന്ത്രി ഇന്ന് പൂർണ്ണമായും തള്ളിക്കളഞ്ഞത്. പക്ഷേ പാർട്ടി ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുന്നു എന്നത് പ്രധാനമാണ്. ശരി, അത് ശ്രീ എം പ്രകാശൻ മറുപടി നൽകും. ശ്രീ എം പ്രകാശൻ മറുപടി നൽകും. അതാണ് അസ്വാഭാവികത. പാർട്ടി വിരുദ്ധമായി തെറ്റായ കാര്യങ്ങൾ PV അൻവർ പറയുകയാണെങ്കിൽ അങ്ങനെയെങ്കിൽ അങ്ങനെയുള്ള അൻവർ എങ്ങനെ തുടരുന്നു എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി ശ്രീ എം പ്രകാശിൽ നിന്ന് കേൾക്കണം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.